റിയൽമിയുടെ റിയൽമി പാഡ് എക്സ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി പാഡ് എക്സ് എന്ന ടാബ്ലറ്റിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേഡ് ആയി നോക്കുകയാണെങ്കിൽ റിയൽമി പാഡ് എക്സിൽ 10.95 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസ് ഈ ടാബിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 2K ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് റെസൊല്യൂഷൻ വരുന്നത് 2000x1200 ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അമോലെഡ് ഡിസ്പ്ലേ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. LCD പാനലാണ് ഈ ടാബിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. ടാബുകളുടെ കാര്യത്തിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഈ ടാബിൽ 4 ഭാഗത്തും ബെസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏകദേശം 84.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 450 നിറ്റ്സ് ആണ്. പിന്നെ ഡിസ്പ്ലേ പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് 01 അൾട്രാ വിഷൻ എഞ്ചിനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാബിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊന്നും വരുന്നില്ല. ഫേസ് അൺലോക്കിംഗ് ഫീച്ചറൊക്കെ വരുന്നുണ്ട്. ടാബിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 499 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.1 mm ആണ്. പിന്നെ ഈ ടാബിൽ റിയൽമി പെൻസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെന്ന് ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ റിയൽമിയുടെ സ്മാർട്ട് കീബോർഡും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഇത് ഈ ടാബിൻ്റെ കൂടെ വരില്ല. ടാബിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലേഷ്യർ ബ്ലൂവും അതുപോലെ തന്നെ ഗ്ലോയിങ് ഗ്രേയും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് ഈ ടാബിൽ കൊടുത്തിരിക്കുന്നത്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. പിന്നെ ടാബുകളുടെ കാര്യം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസ്സറാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഈ ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനിൽ 13ഓളം 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനിൽ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. 512GB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഈ ടാബിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള റിയൽമി 4 പാഡ് 3.0 സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 105 ഡിഗ്രിയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ ലൈം ലൈറ്റ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം സെൻട്രലാക്കുന്ന രീതിയിലായിരിക്കും വീഡിയോ റെക്കോർഡ് ആവുക. AI യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 8340 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഈ ടാബിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. പിന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 25,999 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന 6GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 27,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ realme.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ SBIയുടെ അതുപോലെ തന്നെ HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2,000 രൂപയുടെ ഓഫ് ലഭിക്കുന്നതായിരിക്കും. ഓഗസ്റ്റ് 1 മുതലാണ് ഈ ടാബിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ റിയൽമി പെൻസിലും അതുപോലെ തന്നെ റിയൽമിയുടെ സ്മാർട്ട് കീബോർഡും ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമി പെൻസിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില വരുന്നത് 5,499 രൂപയാണ്. അതുപോലെ തന്നെ റിയൽമിയുടെ സ്മാർട്ട് കീബോർഡിൻ്റെ വില വരുന്നത് 4,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ടാബ്ലറ്റാണ് റിയൽമി പാഡ് എക്സ് എന്നൊക്കെ പറയാവുന്നതാണ്. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിലൊക്കെ ഓപ്ഷൻസ് വളരെ കുറവാണ്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു ടാബ്ലറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇപ്പം ഓപ്ഷനിൽ ഈ ഒരു ടാബേ കാര്യമായിട്ട് പറയാനുണ്ടാവുള്ളൂ. അപ്പം 20,000 രൂപയാണ് ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടാബ് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും റിയൽമി പാഡ് എക്സ് എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.